ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസ് ഡേ 78 റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടിരുന്നത് ആദ്യം തന്നെ ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഓപ്പൺ നോമിനേഷനിൽ അതൊരു ഡിഫറെൻറ്റ് വേ ആയിരുന്നു നോമിനേഷൻ. കാരണം ബിഗ് ബോസ് എപ്പോൾ ആരുടെ പേര് വിളിക്കുന്നു അവർ ആ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് നോമിനേറ്റ് ചെയ്യണം, അതായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അത് ഒരു ടൈപ്പ് ഓപ്പൺ നോമിനേഷൻ ആണെങ്കിലും എല്ലാവർക്കും എനിക്ക് തോന്നുന്നു പേര് വിളിക്കുമ്പോൾ തന്നെ എല്ലാവരും ആ വിളിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് നിൽക്കുക, അവരെന്താണ് ആരെയാണ് നോമിനേറ്റ് ചെയ്തത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതൊക്കെയായിരുന്നു നമ്മൾ ഇന്നലെ മെയിനായിട്ട് കണ്ടിരുന്നത്. പിന്നെ നൂറ മാത്രമായിരുന്നു എനിക്ക് തോന്നുന്നു ഡ്രസ്സിങ് റൂമിൻ്റെ അകത്ത് കയറി ചെല്ലാൻ നോക്കി. പക്ഷേ അപ്പോഴേക്കും ബിഗ് ബോസ് വോൺ ചെയ്തു, അങ്ങനെ പാടില്ല പറഞ്ഞിട്ട്. അങ്ങനെ തിരിച്ച് അവിടെ വന്നിട്ട് വീണ്ടും നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്താണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാവരും നോമിനേഷനിലുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഒന്നോ രണ്ടോ പേര് മാത്രമേ ഇല്ലാത്തുള്ളൂ. പിന്നെ ഇത്തവണത്തെ ക്യാപ്റ്റൻസിയിൽ ഈ പറഞ്ഞ പോലെ 3 പേരും തന്നെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ. അത് ഈവൻ ബിഗ് ബോസ് തന്നെ പറഞ്ഞു, ഒരു സീസണിൽ ഇതുപോലെ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു നെവീനും അക്ബറും അതേപോലെ ആര്യനും. അതിനകത്ത് നെവീനും ആര്യനും ഓൾറെഡി ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. അക്ബർ ആദ്യമായിട്ടാണ് അതൊന്നും ആവുന്നത്. എന്താണെങ്കിലും 3 പേർക്കും 3 പേരും നല്ലൊരു ഫ്രണ്ട്സാണ്. 3 പേർക്ക് ഒരേപോലെ തന്നെ ക്യാപ്റ്റൻസിയും കിട്ടി. അവർ കുറേ പുതിയ റൂൾസ് എല്ലാം അവരുണ്ടാക്കി. ആദ്യമായിട്ട് ഉണ്ടാക്കിയ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓരോ ടീം അവരിടയ്ക്കിടയ്ക്ക് ടീം ഷഫിൾ ചെയ്യും. ഇന്ന ആൾക്ക് എന്താ പറയുക ഒരവിടെ തന്നെ നിർത്തില്ല, അങ്ങനെ ഉള്ള റൂള് പോലെയാണ് അവർ ആദ്യം ചെയ്തത്. പിന്നെ പറഞ്ഞു അനുമോൾ വെസൽ ടീമിലാണ്, അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു. പിന്നെ എന്താ പറയുക, അനീഷിനപ്പം വേണമെങ്കിലും സ്റ്റോർ റൂമിൽ പോവാം, പക്ഷേ ലെറ്റർ വായിക്കരുത്. അങ്ങനെ അവർ പുതിയ പുതിയ റൂൾസ് എല്ലാം കൊണ്ടുവന്നു. എന്താണെങ്കിലും പല ആൾക്കാർക്കും ആ വീട്ടിനകത്ത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. കാരണം 3 പേരും ഒരേപോലെ ക്യാപ്റ്റനായ ആ ഒരു ഇതിൽ വെച്ചിട്ട്. പിന്നെ 3 പേരും നല്ല ഫ്രണ്ട്സ് ആയത് കാരണം അത്ര വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ക്യാപ്റ്റൻ ആയത് കാരണം. പിന്നെ നമ്മൾ വേറെ കണ്ടത് ദീപാവലി സെലിബ്രേഷനാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തു. അതാണ് മെയിൻ ഒരു കാര്യം. കാരണം എല്ലാവരും തമ്മിൽ ഇഷ്യൂസും ഫൈറ്റൊക്കെ ഉണ്ടായാലും ഇങ്ങനെയുള്ള സെലിബ്രേഷൻ സമയത്തൊക്കെ എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലും ഇതിനു മുമ്പ് ഒരു സീസണിലും ദീപാവലി സെലിബ്രേഷൻ ആയിട്ട് ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. ഓണം, ക്രിസ്മസ്, ഓണം അതേപോലെ മറ്റുള്ള സെലിബ്രേഷൻ, വിഷു, ഇങ്ങനെയുള്ള ഈസ്റ്റർ, ഇതുപോലെ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ടാണ് ഇതിനകത്ത് ദീപാവലി സെലിബ്രേഷൻ നടക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും അതായിരുന്നു കണ്ടത്. പിന്നെ നമ്മൾ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടിരുന്നു ഹോട്ട്സ്റ്റാറിൽ ഒരു കണ്ടസ്റ്റിൽ കൈ കൂട്ടിക്കെട്ടുന്നത് ആര് വേണം എന്നുള്ളതിൽ അധികം ഓഡിയൻസും സെലക്ട് ചെയ്തിട്ടുള്ളത് ആര്യനും അനുമോളിയാണ്. എന്താണെങ്കിലും അവർ കുറച്ച് നേരമാണെങ്കിൽ ആരും നന്നായി എൻജോയ് ചെയ്തു ആ ഒരു ടാസ്ക്. പക്ഷേ അനുമോളി പറഞ്ഞ പോലെ ചെറുതായിട്ടൊരു എന്താ പറയുക ഇഷ്ടക്കേട് ആ ടാസ്കിനകത്ത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അനുമോൾ ആ ടാസ്കിനകത്ത് കാട്ടിയിരുന്നു. എന്താണെങ്കിലും കുറച്ച് നേരം 1 മണിക്കൂറോ 2 മണിക്കൂറോ മറ്റോ തോന്നുന്നു ബിഗ് ബോസ് ആ ടാസ്ക് കൊടുത്തിരിക്കുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല. എന്താണെങ്കിലും അവർ ആ ടാസ്ക് സക്സസ്ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ കണ്ടിരുന്നത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ടിക്കറ്റ് ഫിനാലയുടെ ഫസ്റ്റ് ടാസ്ക്. ആ ടാസ്ക് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് തന്നെ എല്ലാവരും ചെയ്തു. എനിക്ക് തോന്നുന്നു നവീനൊക്കെ കുറച്ച് നേരം കൂടെ നിൽക്കായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പക്ഷെ നവീൻ ആദ്യം തന്നെ ഔട്ടായി. അത്ര നേരം ആൾ നിന്നില്ല. ബാക്കി എല്ലാവരും നന്നായി ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അനുമോളാണെങ്കിലും ആതിര, നൂറ്, ഇവർ 3 പേരും കുറേ നേരം നിന്നു. എനിക്ക് തോന്നുന്നു മറ്റുള്ള ആൾക്കാരെക്കാട്ടിലും കൂടുതൽ ഫീമെയിൽ കണ്ടസ്റ്റൻസ് കുറേ നേരം ടൈം ഇതിനകത്ത് എന്താ പറയുക സ്പെൻഡ് ചെയ്തു എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ അക്ബർ, ഷാനവാസ് ഇവരെല്ലാം നേരത്തെ ഇറങ്ങി അതിനകത്തുനിന്ന്, അനീഷ് ഒക്കെ. പക്ഷേ അവസാനം എന്താണെങ്കിലും സാബുമോനും ആര്യനും നിന്ന് അവസാനം ആര്യൻ തന്നെ ജയിച്ചു. അപ്പോൾ അങ്ങനെ. പക്ഷേ എനിക്ക് തോന്നുന്നു സാബുമാൻ ഓരോ ഡേ ചെല്ലും തോറും കൂടുതലും നന്നായിട്ട് ഗെയിമറായി നിൽക്കുകയാണ്. ആവശ്യമില്ലാത്ത ആൾ എന്താ പറയുക ഇഷ്യൂസും ഫൈറ്റും ഒന്നും എന്താ പറയുക നടത്തുന്നില്ലെങ്കിൽ പോലും ഗെയിമിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ആര്യനെ പോലെ തന്നെയാണ്. എന്താ പറയുക ഇങ്ങനെയുള്ള ഗെയിംസ് എല്ലാം വരുമ്പോൾ ആളുടെ 100% അവിടെ ഇടുന്നുണ്ട് എഫേർട്ട്. അപ്പോൾ അതായിരുന്നു നമ്മൾ ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ ഫസ്റ്റായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ എന്താ പറയുക ഫസ്റ്റ് ടാസ്കിന് നല്ല അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ സെക്കൻഡും തേർഡും ടാസ്കിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെയായിരിക്കും വിൻ ചെയ്യുക. എല്ലാവരും നല്ല ഒരുവിധം എല്ലാവരും കട്ടയ്ക്കന്നെ നിൽക്കുന്നുണ്ട്. ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എല്ലാവരും. 1-2 പേരൊക്കെ ഓരോരുത്തർക്കും ഓരോ ടാസ്ക് ആയിരിക്കും ചിലപ്പോൾ പെർഫെക്റ്റായി തോന്നാം. അവർ ആ ടാസ്ക് നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇവരൊരു ടിക്കറ്റ് ഫിനാലയുടെ ഫസ്റ്റ് ടാസ്ക് കൊടുത്തിട്ട് നവീൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തു. പക്ഷേ ആൾക്ക് ചിലപ്പം ഇന്നലത്തെ ടാസ്ക് അത്ര ഇതായിട്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവില്ല. ഓരോരുത്തർക്കും ഓരോ ടാസ്ക് ആയിരിക്കും നന്നായി ചെയ്യാൻ പറ്റുന്നത് അവരുടെ ആ ഒരു കംഫർട്ട് സോണിൽ നോക്കുമ്പോൾ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു 2 ടിക്കറ്റ് ഫിനാലെ ടാസ്ക്കാണ് അവർക്ക് കൊടുക്കുന്നത്.
വരുന്നതും സെക്കൻഡും തേർഡും. അതിൽ ആരൊക്കെ ജയിക്കുന്നത് നമുക്ക് നോക്കിക്കണ്ടറിയാം. അപ്പോൾ ഇന്നലത്തെ എൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.